നിന്റെ മനസ്സിൻ്റെ നിയന്ത്രണം നിന്റെ വരുതിയിലാണ്. ബാഹ്യ സംഭവങ്ങൾ അങ്ങനെയല്ല. ഇത് മനസ്സിലാക്കിയാൽ നിനക്ക് ശക്തി ലഭിക്കും. മരണത്തെയല്ല, ഒരിക്കലും ജീവിക്കാൻ തുടങ്ങാതിരിക്കുന്നതിനെയാണ് മനുഷ്യൻ ഭയപ്പെടേണ്ടത്. നിന്റെ ജീവിതത്തിലെ സന്തോഷം നിന്റെ ചിന്തകളുടെ ഗുണനിലവാരത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഒരുപാട് ഉടമപ്പെടുത്തുന്നതല്ല യഥാർത്ഥ സമൃദ്ധി, ആവശ്യങ്ങൾ കുറക്കുന്നതാണ്. നിന്റെ തത്വശാസ്ത്രം വിശദീകരിച്ച് നടക്കാതിരിക്കുക, അത് ഉൾക്കൊണ്ട് ജീവിക്കുക. യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള സങ്കല്പിത ഉത്കണ്ഠകളാൽ ആകുലരാകുന്ന അത്ര യഥാർത്ഥ പ്രശ്നങ്ങളിൽ മനുഷ്യർ വിഷമിക്കുന്നില്ല. മരണത്തെ ഭയപ്പെടുന്നവന് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് യോഗ്യമായ ഒന്നും ചെയ്യാനാവില്ല. ഓരോ ഘട്ടത്തിലുമായി ജീവിക്കാൻ ആരംഭിക്കുക. ഓരോ പുതിയ ദിവസവും ഒരു പുതിയ ജീവിതമായി കണക്കാക്കുക. ഒരുക്കങ്ങൾ അവസരങ്ങളെ കണ്ടുമുട്ടുമ്പോൾ സംഭവിക്കുന്നതാണ് ഭാഗ്യം. അധ്വാനം ശരീരത്തെ ശക്തിപ്പെടുത്തുന്നത് പോലെ പ്രയാസങ്ങൾ മനസ്സിനെ ശക്തിപ്പെടുത്തുന്നു. ഭാവിയെ ഓർത്ത് ആകുലപ്പെടാതെ വർത്തമാനം ഉപയോഗപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സന്തോഷം. യാഥാർത്ഥ്യത്തെക്കാൾ കൂടുതൽ ഭാവനയിൽ നമ്മൾ കഷ്ടപ്പെടുന്നു. എല്ലാം നിനക്ക് വേണ്ടതുപോലെ സംഭവിക്കണമെന്ന് ആശിക്കരുത്. മറിച്ച് എല്ലാം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പോലെ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുക. അപ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ ഒഴുക്ക് നന്നാവും. സ്വന്തത്തെ വരുതിയിൽ വരുത്താത്ത ഒരു മനുഷ്യനും സ്വതന്ത്രനല്ല. ഒരു നല്ല മനുഷ്യൻ എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് തർക്കിച്ച് സമയം കളയരുത്. സ്വയം ഒരു നല്ല മനുഷ്യൻ ആവുക. ഒരു ബാഹ്യവസ്തു നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ വേദനയുടെ കാരണം ആ വസ്തുവല്ല, മറിച്ച് അതിനെക്കുറിച്ചുള്ള നിന്റെ കണക്കുകൂട്ടലുകളാണ്. ഇത് ഏത് നിമിഷവും പിൻവലിക്കാൻ നിനക്ക് കഴിവുണ്ട്. സ്വാതന്ത്ര്യമാണ് ജീവിതത്തിലെ ഒരേയൊരു യോഗ്യമായ ലക്ഷ്യം. നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായ കാര്യങ്ങളെ അവഗണിക്കുന്നതിലൂടെയാണ് അത് സ്വായത്തമാകുന്നത്. ഒരു കഷ്ടപ്പാട് അത്യാവശ്യമാകുന്നതിന് മുമ്പേ കഷ്ടപ്പെടുന്നവൻ അത്യാവശ്യമായ കഷ്ടപ്പാടിനേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നു. ഒരു വ്യക്തിക്കും അവൻ ആഗ്രഹിക്കുന്നതെല്ലാം നേടാനുള്ള അധികാരമില്ല. പകരം അവർക്ക് ഇല്ലാത്തത് ആഗ്രഹിക്കാതിരിക്കാനും ഉള്ളത് സന്തോഷത്തോടെ ഉപയോഗിക്കാനുമുള്ള അധികാരം എല്ലാവർക്കുമുണ്ട്. ഘർഷണം കൂടാതെ ഒരു രത്നം മിനുക്കാനാവില്ല. പരീക്ഷണങ്ങളില്ലാതെ ഒരു മനുഷ്യനെ പൂർണ്ണനാക്കാനാവില്ല. മറ്റുള്ളവരോട് സഹിഷ്ണുത പുലർത്തുകയും സ്വന്തത്തോട് കർശനമായി പെരുമാറുകയും ചെയ്യുക. നിനക്ക് എന്ത് സംഭവിക്കുന്നു എന്നതല്ല, അതിനോട് നീ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് പ്രധാനം. എല്ലാം അത് ഉദ്ദേശിച്ച രീതിയിൽ സംഭവിക്കുന്നു. സൂക്ഷ്മമായി നോക്കിയാൽ ഇത് ശരിയാണെന്ന് നീ കാണും. നാം ഇപ്പോൾ ചെയ്യുന്നത് നിത്യതയിൽ പ്രതിധ്വനിക്കുന്നു. ഒരു നല്ല വ്യക്തി എന്തായിരിക്കണം എന്ന് ചർച്ച ചെയ്യാതിരിക്കുക. സ്വയം ഒരുത്തനായിത്തീരുക. നീ 10,000 വർഷം ജീവിക്കും എന്ന മട്ടിൽ പ്രവർത്തിക്കരുത്. മരണം നിന്റെ മേൽ തൂങ്ങിക്കിടക്കുന്നു. നീ ജീവിച്ചിരിക്കുമ്പോൾ, അത് നിന്റെ നിയന്ത്രണത്തിലായിരിക്കുമ്പോൾ നല്ലവനാവാൻ തീരുമാനിക്കുക. ഭാവിയെക്കുറിച്ച് വേവലാതിപ്പെടുന്ന മനസ്സ് പരിതാപകരമാണ്. അറിവുള്ളവർ മാത്രം സ്വതന്ത്രരാണ്. മെച്ചപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിഡ്ഢിയോ അജ്ഞനോ ആയി കരുതപ്പെടുന്നതിൽ സംതൃപ്തനായിരിക്കുക.
ഭൂതകാലത്തിലെ മാറിവന്ന സാമ്രാജ്യങ്ങളിലെ ഉയർച്ച താഴ്ചകളിലേക്ക് തിരിഞ്ഞു നോക്കുക. നിനക്ക് ഭാവിയും മുൻകൂട്ടി കാണാൻ കഴിയും. വരുന്നത് സ്വീകരിക്കുകയും അത് സംഭവിക്കാൻ അനുവദിക്കുകയും ചെയ്യുക എന്നതാണ് ജീവിതത്തിൻ്റെ മഹത്തായ പാഠം. സ്വന്തം നിസാരത നോക്കി ചിരിക്കുന്നവന് ഒരിക്കലും ചിരിക്കാനുള്ള വക തീരില്ല. നീ നിന്റെ ശ്രദ്ധ എന്തിനു കൊടുക്കുന്നുവോ നീ അതായിത്തീരുന്നു. നീ മരിച്ചവനായി കരുതുക. നീ നിന്റെ ജീവിതം പൂർത്തീകരിച്ചു. ഇനി അവശേഷിക്കുന്നത് ശരിയായി ജീവിക്കുക. ഒരു എഴുത്തുകാരനാവണമെന്നാണ് നിന്റെ ആഗ്രഹമെങ്കിൽ എഴുതി തുടങ്ങുക. പ്രപഞ്ചം മാറ്റമാണ്. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. നിനക്ക് മുന്നിൽ അനന്തമായ നാളുകൾ ഉണ്ടെന്ന് കരുതി ജീവിക്കരുത്. മരണം നിങ്ങളെ കീഴടക്കുന്നു. നീ ജീവിച്ചിരിക്കുമ്പോഴും കഴിവുള്ളവരായിരിക്കുമ്പോഴും നല്ലവരായിരിക്കുക. നിന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക. ഒരുപാട് കാര്യങ്ങളിൽ ഹൃദയം സ്ഥാപിക്കാതിരിക്കുക. എങ്കിൽ നിനക്ക് ആവശ്യമുള്ളത് നിനക്ക് ലഭിക്കും. ശാന്തമായ മനസ്സോടെ പരീക്ഷണങ്ങൾ സഹിക്കുന്നത് ദൗർഭാഗ്യത്തിൻ്റെ ശക്തിയും ഭാരവും കവർന്നെടുക്കുന്നു. ഒരു മനുഷ്യൻ തൻ്റെ ശരീരത്തിന് നേടാൻ കഴിയുമായിരുന്ന സൗന്ദര്യവും ശക്തിയും ഒരിക്കലും കാണാതെ വൃദ്ധനാകുന്നത് എത്ര അപമാനകരമാണ്. നിനക്ക് എന്ത് സംഭവിച്ചാലും അത് സംഭവിക്കാൻ കാലത്തിൻ്റെ തുടക്കം മുതൽ കാത്തിരിക്കുകയാണ്. വേദനിക്കരുതെന്ന് നീ തീരുമാനിക്കുകയാണെങ്കിൽ നിനക്ക് പരിക്കേൽക്കില്ല. ഉപദ്രവിക്കപ്പെട്ടതായി നീ സ്വയം കാണുന്നില്ലെങ്കിൽ നീ ഉപദ്രവിക്കപ്പെട്ടിട്ടില്ല. ഭയത്തെ വിവേകമായും വേദനയെ പരിവർത്തനമായും തെറ്റുകളെ പ്രാരംഭമായും ആഗ്രഹങ്ങളെ ഉത്തരവാദിത്വമായും മാറ്റുന്ന ഒരാളാണ് സ്റ്റോയിക്ക്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നുവെന്നോ ചെയ്യുന്നുവെന്നോ പരിഗണിക്കാതെ ആത്മീയമായി ശ്രേഷ്ഠമായ കാര്യങ്ങളുമായി സ്വയം ബന്ധിപ്പിക്കുക. ജീവിതകല മിക്കപ്പോഴും നൃത്തത്തേക്കാൾ ഗുസ്തി പോലെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ സ്വന്തത്തോടൊപ്പം ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കാനുള്ള കഴിവിലാണ് ഒരാളുടെ മനസ്സിൻ്റെ വ്യക്തത പ്രകടപ്പെടുന്നത്. സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നത് നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ നിറക്കുന്നതിലൂടെയല്ല, മറിച്ച് നിന്റെ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കുന്നതിലൂടെയാണ്. ഭയപ്പെടേണ്ടത് മരണത്തെയോ വേദനയെയോ അല്ല, വേദനയെയോ മരണത്തെക്കുറിച്ചുള്ള ഭയത്തെയാണ്. കോപം, ദുഃഖം എന്നിവയാൽ സ്വയം ഭരിക്കപ്പെടാൻ അനുവദിക്കരുത്. അതാണ് ഒരു യഥാർത്ഥ തത്വചിന്തകന്റെ അടയാളം. ഒരു നല്ല സ്വഭാവം മാത്രമാണ് ശാശ്വതവും അനിയന്ത്രിതവുമായ സന്തോഷത്തിൻ്റെ ഏക വാഗ്ദാനം. ഏത് നിമിഷവും നിനക്ക് ജീവിതം ഉപേക്ഷിക്കേണ്ടി വരും. നിന്റെ ചിന്തകളെയും പ്രവൃത്തികളെയും വാക്കുകളെയും നിർണയിക്കുന്നത് ഇതായിരിക്കണം. നിനക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല പ്രതികാരം നിന്റെ ശത്രുവിനെ പോലെ നീയും ആകാതിരിക്കലാണ്. നിന്നെ ഏറ്റവും മികച്ചവനാക്കാൻ ഇനിയും നീ എത്ര കാലം കാത്തിരിക്കും? നല്ല ജീവിതം നയിക്കുവാനുള്ള കഴിവ് നമുക്കുണ്ട്. വ്യത്യാസമില്ലാത്ത കാര്യങ്ങളിൽ നിസ്സംഗത പുലർത്താൻ പഠിച്ചാൽ മതി. നീ എന്താവണമെന്ന് ആദ്യം നിന്നോട് തന്നെ പറയുക, എന്നിട്ട് ചെയ്യേണ്ടത് ചെയ്യുക. ശരിയല്ലാത്തത് ചെയ്യാതിരിക്കുക, സത്യമല്ലാത്തത് പറയാതിരിക്കുക. നിങ്ങളെ ഉന്നതിയിലെത്തിക്കുന്ന ആളുകളുമായി മാത്രം സഹവസിക്കുക എന്നതാണ് പ്രധാനം. അവരുടെ സാന്നിധ്യം നിന്റെ ഏറ്റവും മികച്ചവനാക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നവരോട് മാത്രം സഹവസിക്കുക. ജീവിക്കുക എന്ന് തന്നെ പലപ്പോഴും ധീരത ആവശ്യമാകുന്ന പ്രവർത്തനമാണ്. നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള കാര്യങ്ങളെ നമ്മൾ എത്രത്തോളം വിലമതിക്കുന്നുവോ അത്രത്തോളം നമുക്ക് നിയന്ത്രണം നഷ്ടപ്പെടും.
നിന്റെ യുവത്വത്തിൻ്റെ ആവേശം നിലനിർത്തുക. നിനക്ക് പ്രായമാകുമ്പോൾ അവ ഉപയോഗപ്പെടും. നിങ്ങളെ മെച്ചപ്പെടുത്താൻ സാധ്യതയുള്ള ആളുകളുമായി സഹവസിക്കുക. സംഭവിക്കുന്നതും വിധിക്കപ്പെട്ടതും മാത്രം സ്നേഹിക്കുക. അതിലും വലിയ സുസ്ഥിതിയില്ല. ആത്മനിയന്ത്രണമാണ് ശക്തി. ശരിയായ ചിന്തയാണ് വൈദഗ്ധ്യം. ശാന്തതയാണ് കരുത്ത്. നാം കേൾക്കുന്നതെല്ലാം ഒരു അഭിപ്രായം മാത്രമാണ്, യാഥാർത്ഥ്യമല്ല. നമ്മൾ കാണുന്നതെല്ലാം ഒരു കാഴ്ചപ്പാടാണ്, സത്യമല്ല. ചിന്തകളുടെ നിറങ്ങൾ ആത്മാവിനെ ചായം പൂശുന്നു. ജീവിതത്തിനായി നീ കാത്തിരിക്കുമ്പോൾ ജീവിതം കടന്നു പോകുന്നു. നീ എന്ത് സഹിക്കുന്നു എന്നതിലല്ല, മറിച്ച് നീ അത് എങ്ങനെ സഹിക്കുന്നു എന്നതിലാണ് കാര്യം. ധീരനായവൻ മാത്രം സ്വതന്ത്രനാണ്. നിനക്ക് എൻ്റെ കാലുകൾ ബന്ധിക്കാൻ സാധിച്ചേക്കാം, പക്ഷേ എൻ്റെ സ്വതന്ത്ര ഇച്ഛാശക്തിയെ അധീനപ്പെടുത്താൻ സിയോസിന് പോലും കഴിയില്ല. നിന്റെ നിയന്ത്രണ പരിധിയിലുള്ളത് നന്നായി ഉപയോഗിക്കുക. ബാക്കിയുള്ളത് സംഭവിക്കുന്നത് പോലെ എടുക്കുക. ഒരു മനുഷ്യൻ്റെ അഭിലാഷങ്ങളുടെ വലിപ്പമാണ് അവൻ്റെ മൂല്യം. കത്തുന്ന ചൂട് സഹിച്ചുകൊണ്ട് മാത്രമേ വെളിച്ചം പ്രസരിപ്പിക്കാനാവൂ. നിന്റെ വിധിയുടെ മാതൃകയിൽ നെയ്തെടുക്കുന്നതെന്തും സ്വീകരിക്കുക. നിന്റെ ആവശ്യങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമായി മറ്റെന്താണുള്ളത്? ഭാവിയെ ഒരിക്കലും നിങ്ങളെ ശല്യപ്പെടുത്താൻ അനുവദിക്കരുത്. അത് വരുമ്പോൾ വർത്തമാനം കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ യുക്തിയോടും ശക്തിയോടും കൂടി നിങ്ങൾ അതിനെയും നേരിടും. പ്രയാസത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അതിനെ അതിജീവിക്കുന്നതിൻ്റെ മഹത്വവും കൂടും. നീ ആഗ്രഹിക്കുന്ന രീതിയിൽ സംഭവങ്ങൾ മാറുമെന്ന് പ്രതീക്ഷിക്കരുത്. വിധി ഏത് രീതിയിൽ സംഭവിച്ചാലും സ്വാഗതം ചെയ്യുക. ഇതാണ് സമാധാനത്തിലേക്കുള്ള പാത. ജീവിതം ഒരു കഥ പോലെയാണ്. അത് എത്ര വലുതാണ് എന്നതല്ല, എത്ര നല്ലതാണെന്നാണ് പ്രധാനം. നീ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിന്റെ മനസ്സിൻ്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്നു. ജീവിതത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളിൽ ആശ്ചര്യപ്പെടുന്നത് എത്ര പരിഹാസ്യമാണ്, എത്ര വിചിത്രമാണ്. ഒരു അഭിപ്രായവും സ്വീകരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് എപ്പോഴുമുണ്ട്. ഭാവി പൂർണ്ണമായും അനിശ്ചിതത്വത്തിലാണ്. ഉടനടി ജീവിക്കുക. മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ മാത്രമേ ജീവിതത്തിൻ്റെ യഥാർത്ഥ മൂല്യം നാം കണ്ടെത്തുകയുള്ളൂ. സമയം ഒരു നദി പോലെയാണ്. സംഭവങ്ങളാൽ നിർമ്മിതമാണ്. അതിൻ്റെ ഒഴുക്ക് ശക്തമാണ്. എന്തെങ്കിലും സംഭവിച്ചാലുടൻ അത് വേഗത്തിൽ കടന്നു പോകുന്നു. പകരം പുതിയത് വരുന്നു. സ്വതന്ത്രനാവുക എന്നാൽ നിന്റെ മനസ്സിൻ്റെ യജമാനനാവുക എന്നതാണ്. ഇന്ന് ഞാൻ ആകുലതയിൽ നിന്ന് എന്നെ തന്നെ മോചിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഞാൻ അതിനെ വിട്ടയച്ചു. കാരണം അത് എന്നിൽ ഉള്ളതാണ്, എൻ്റെ സ്വന്തം ധാരണകളിൽ, പുറത്തുനിന്നല്ല. തൻ്റെ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നവൻ ജ്ഞാനിയാണ്. എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുന്നവൻ അതിലും ബുദ്ധിമാനാണ്. തെറ്റ് പറ്റുക എന്നത് മാനുഷികമാണ്. അതിൽ തന്നെ തുടരുന്നതാണ് മണ്ടത്തരം. ലോകത്തെ ശരിയാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിന്നിൽ നിന്ന് തന്നെ തുടങ്ങുക. ദൗർഭാഗ്യം ശക്തിയോടെയും അന്തസ്സോടെയും കൈകാര്യം ചെയ്യുന്നത് ഭാഗ്യത്തിൻ്റെ ഒരു രൂപമായി മാറുന്നു.
ഏറ്റവും വലിയ സമൃദ്ധി കുറച്ചുകൊണ്ട് സംതൃപ്തിയോടെ ജീവിക്കുക എന്നതാണ്. നല്ല മനുഷ്യർ പലപ്പോഴും അവരുടെ നന്മയെക്കുറിച്ച് അജ്ഞരാണ്. നിന്റെ സമ്മതമില്ലാതെ ആർക്കും നിന്നെ ഉപദ്രവിക്കാനാവില്ല. നിന്റെ ഭാവനയെ നിന്റെ ജീവിതത്തിൻ്റെ പൂർണ്ണതയെ തകർക്കാൻ അനുവദിക്കരുത്. മുന്നിലുള്ള സാഹചര്യത്തോട് ചേർന്നു നിൽക്കുക. ഒരാളെ തിരിച്ചടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവൻ ചെയ്തതുപോലെ പെരുമാറാതിരിക്കുക എന്നതാണ്. യുക്തിബോധമുള്ള ഒരു വ്യക്തിക്ക് എല്ലാ പ്രവൃത്തിയും ഒരേ സമയം പ്രകൃതിക്കും യുക്തിക്കും യോജിച്ചതാണ്. നിങ്ങൾ നേരിടുന്ന തടസ്സങ്ങൾ നിങ്ങളെ മുന്നോട്ട് നയിക്കും. നിങ്ങളുടെ വഴി തടയുന്നവ നിങ്ങളുടെ പുരോഗതിയിലേക്കുള്ള പുതിയ പാതയായി മാറും. നാം മിക്കപ്പോഴും വേദനിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭയപ്പെടുന്നു. യാഥാർത്ഥ്യത്തെക്കാൾ ഭാവനയിൽ നിന്നാണ് നമ്മൾ കൂടുതൽ കഷ്ടപ്പെടുന്നത്. മരണം നമ്മയെല്ലാം നോക്കി പുഞ്ചിരിക്കുന്നു. ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നത് തിരിച്ചും പുഞ്ചിരിക്കുക മാത്രമാണ്. സന്തോഷം പിന്തുടരപ്പെടുന്നതല്ല, ഓരോ നിമിഷത്തിലുമാണ്. ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ആനന്ദം അവൻ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനാണോ ആ കാര്യങ്ങൾ ചെയ്യുന്നതാണ്.